ഹലോ ഫ്രണ്ട്, ഞാൻ സ്കൂളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെ സ്കൂളിൽ സദ്യയും പായസമൊക്കെ ഉണ്ട്. നിങ്ങൾ സ്കൂളത്തെ പരിപാടി കഴിഞ്ഞോ എന്ന് കമൻറ്റ് ചെയ്തിട്ടാ. ഇന്ന് എൻ്റെ കുറച്ച് ബോക്സ് കാണിച്ചു തരാനാണ്. പിന്നെ ഞാൻ അന്നൊരു ദിവസം പറഞ്ഞില്ലേ കവാരി സ്റ്റിക്കർ വന്നപ്പോൾ കവാരി സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണ പിന്നിടാന്ന്, ആ വീഡിയോയും കൂടി കൂട്ടിയിട്ടാണ് ഈ വീഡിയോ. ഫസ്റ്റ് നമുക്ക് ബോക്സ് കാണാം. ഫസ്റ്റത്തെ ബോക്സ് ആയത് ഇതാണ്. ഇതെൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്. നമുക്ക് ഉള്ളിൽ എന്തൊക്കെ കാണാം. ഫസ്റ്റ് മുമ്പ് തുറന്നു നോക്കിയാൽ ഇതൊക്കെ കാണും. പിന്നെ അതിൻ്റെ അവിടെ ആയിട്ട് ഇതുണ്ട്. പിന്നെ ഒരു കട്ടർ ഇവിടെ അങ്ങനെ ആക്കിയാൽ ഇവിടെ ഉണ്ട്, അത് പൊട്ടിപ്പോയി. ബാക്കിലും ഉണ്ട് വേണ്ട. ഓക്കെ, നമുക്ക് അടുത്ത ബോക്സ് കാണാം. ഇതെൻ്റെ ടീച്ചർ ഞങ്ങളപ്പോൾ 1ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ ഡയറി ഒക്കെ എഴുതലുണ്ടായിരുന്നു, സീരം. അതിനായിട്ട് കിട്ടിയതാണ് ഈ ബോക്സ്. തുറന്നു നോക്കാം നമുക്ക്. ഇതാണ്, തുറന്ന് എങ്ങനെ ഉണ്ടാവും. അടുത്ത ബോക്സ് കാണാം. ഇതാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട് ബോക്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് എഴുതുക. നല്ല രസമാണ്. എൻ്റെ അച്ഛനും അമ്മയും അതിൻ്റെ നല്ല ക്യൂട്ട് ബോക്സാണ്. അതിനെക്കാട്ടി ക്യൂട്ട് ബോക്സ് ഉണ്ട്, കാണിച്ചു തരാം. ഞാൻ ഉള്ളിൽ കാണിച്ചില്ലല്ലോ. ഇതാണ് ഉള്ളിൽ. അതിനെക്കാട്ടി ക്യൂട്ട് ബോക്സ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. അത് പൗച്ചാണ്, ബോക്സ് അല്ല, പൗച്ച്. എന്താണെന്ന് കാണാം. ഇതാണ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പൗച്ചാണിത്. എൻ്റെ അച്ഛനും അമ്മയും പിറന്നാളിന് വാങ്ങി തന്നതാണ്. എൻ്റെ പിറന്നാളിന് ഇത് നല്ല ക്യൂട്ടായി ഇരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അവസാനമായിട്ടൊരു ബോക്സ് ഇതാണ്. ഇതോടൊക്കെ ഞാൻ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കണേ. ഇവിടെ ഒരു ചിത്രമൊക്കെ ഉണ്ടായിരുന്നു, അത് പോയപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റിക്കറായി. ഇത് മാത്രമല്ല, തുറന്നിട്ട് കാണിച്ചു തരാം. ഇത് അത്രയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലല്ലോ, ഉള്ളതാ. പിന്നെ തുറന്നാൽ ഇവിടെയുണ്ട് സ്റ്റിക്കർ. ഓക്കെ, നമുക്ക് ഒട്ടിക്കണ വീഡിയോ ആയാലോ. ഫസ്റ്റായി തന്നെ ഞാൻ ഈ ബോക്സാണ് എടുത്തിക്കണത്. നമുക്ക് അതിൽ സ്റ്റിക്കർ ഒട്ടിക്കാം. നോക്കട്ടെ, ഇതാണ് കവാരി സ്റ്റിക്കർ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓർമ്മയില്ലേ? നമുക്ക് അതിലൊന്ന് ഏതപ്പം എടുക്കണ്ടെന്നൊരു ആലോചന. ഇതാണ്, ഒരു പിങ്ക് ആയിട്ടുണ്ടതാണ്. നമുക്ക് അതിലൊന്ന് ഒട്ടിക്കാം. ഏതാണ് ഇതിലിപ്പോൾ എടുക്കുക? നമുക്ക് ഈ പെണ്ണിൻ്റെ എടുത്താലോ. ഇതിൻ്റെ നമുക്ക് എടുക്കാം. സൂക്ഷിച്ചിട്ട് എടുക്കണം, അല്ലെങ്കിൽ കീറിപ്പോവും. നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിക്കാം. ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിക്കാം. നോക്കിക്കോ, ഒട്ടിച്ച്. അടുത്ത ബോക്സ് കാണാം. അടുത്ത ബോക്സ് നമ്മളെ ടീച്ചർ എന്ന ബോക്സാണ്. ആദ്യം നമുക്കൊരു യെല്ലോ എടുക്കാം. യെല്ലോ ഷീറ്റ് ഇപ്പോൾ ഈ പെണ്ണിൻ്റെ ഒട്ടിക്കാം. കാണാനില്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ നമുക്ക് എടുക്കാം. എടുക്കാൻ കുറച്ച് പാടാണ്, കീറിപ്പോവും ചിലപ്പോൾ. ഇതാണ്. അങ്ങനെ നമുക്ക് എവിടെ ആയിട്ട് പൊട്ടിക്കാം. ഈ വാച്ചിൻ്റെ ബടായിട്ട് ഒട്ടിക്കാം. എങ്ങനെയുണ്ട്? ക്യൂട്ടായില്ലേ? ആണോ? അത് നോക്കിക്കോ, ക്യൂട്ടായില്ലേ? അടുത്ത ബോക്സ് എടുക്കാം. അടുത്ത ബോക്സ് ആയത് യൂണിക്കോണിൻ്റെ ബോക്സാണ്. അതിൽ നമുക്ക് ഏതാ എടുക്കാൻ നോക്കാം. ഈ നീലയാണ് ഞാൻ തിരഞ്ഞെടുത്തിക്കണത്. അല്ല, ഈ പെണ്ണിൻ്റെ നമുക്ക് ഒട്ടിക്കാം.
ഈ പെണ്ണിൻ്റെ ആണ്. കാണാത്തവർക്ക് ഞാൻ ഒട്ടിച്ചിട്ടൊന്നും കൂടി കാണിച്ചത്. ഇത് നമുക്ക് അടിഭാഗത്തായിട്ട് ഒട്ടിക്കാം, എന്നാലേ അല്ലേ എവിടെ ഒട്ടിക്കേണ്ട സ്ഥലമൊന്നുമില്ല. ഇതാ ഒട്ടിച്ച് ഇല്ലേ. ഇനി നമുക്ക് അടുത്ത ബോക്സ്. അടുത്ത ഈ ക്യൂട്ടായിട്ട് ബോക്സാണ്. ഇതിലെവിടെ ഒട്ടിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏത് ഷെയ്ഡ്? പിങ്ക് ഷെയ്ഡാട്ടോ. ഒരു പിങ്ക് കൂടി നമുക്ക് കിട്ടിക്കണം. അതിലൊരു കുഞ്ഞേത് ഇതാട്ടോ ഇവിടെ ഒട്ടിക്കുമ്പോൾ. കാണാത്തവർക്ക് ഞാനൊന്നും കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇതാ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചിരിക്കണ്. ഇതൊക്കെയാണ് ഞാൻ ഒട്ടിച്ച് വെച്ചത്. പിന്നെ ഒരു കവാരി സ്റ്റിക്കർ കൊണ്ട് ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം, കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതൊക്കെയാണ്. ഇതാ ഇതാ പിന്നെ ഇതാ പിന്നെ ഇതാ പിന്നെ ഇതാ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ 2 പേപ്പർ എടുത്തിട്ട് അതിൻ്റെ നടുവിൽ ഇങ്ങനെ പശച്ച് ഒട്ടിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കവാരി സ്റ്റിക്കർ ആ പേപ്പർ മേലെ ഒട്ടിക്കുക. എന്നിട്ട് ടാപ്പ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിക്കുക. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഈ രൂപത്തിൽ കിട്ടും. ഇതെങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ ബോക്സുകൾ. പിന്നെ ഒരു സാധനം കാണിച്ചിടാം. ഇതാണ് സാധനം. ഇതൊരു പെൻസിലിൻ്റെ ഒപ്പം കിട്ടിയതാണ്. ഏതാ പെൻസിലെന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ ഒപ്പം കിട്ടിയതാണ്. ഇവിടെ ഒരു റബ്ബറുണ്ട്, തുറന്നൊരു കട്ടറുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണിത്. ഇതെൻ്റെ സ്വന്തം സാധനമാണിത്. ഇത് അല്ല സിലരി യൂണിക്കോണിൻ്റെ. ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ എന്ന് പറയുന്നത്. നമുക്കൊരു സ്ഥലത്തും കൂടെ ഒട്ടിക്കാണ്ട്. അതെൻ്റെ സ്കെയിലായാലോ? നമുക്കിപ്പോൾ ഏത് കളറപ്പം ചൂസ് ചെയ്യാം? കിട്ടി. ഇതെടുത്താലും നമുക്ക് ഇപ്പോൾ ഏതോ ഒട്ടിക്കാം. നമുക്ക് താമര ഒട്ടിച്ചല്ലോ. താമര കാണാത്തവർക്ക് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരേണ്ടതാണ്. ഇതാണ് ഞാൻ ഒട്ടിച്ചത്. രസമില്ലേ ഗൈസ്? ഇതൊക്കെയാണ് ഞാൻ ഒട്ടിച്ചത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ബൈ ബൈ.